കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. പെട്ടെന്ന് എന്താന്നൊരു പാട്ട് എന്നല്ലേ? ദേ ഇതാണ് കിരീടം സിനിമയിലെ സേതുമാധവൻ നടന്നു വന്ന ആ പാലം. അന്നത്തെ പോലെയല്ല, ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ സിനിമാ ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് കിരീടം സിനിമയിലെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച വെള്ളായണിക്കായലിന്റെ പാലവും പരിസര പ്രദേശങ്ങളും ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയത്. നഗരത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഗ്രാമീണതയുടെ ഭംഗി അനുഭവിക്കാൻ മികച്ച ഇടമാണ് ഇവിടം. വിനോദസഞ്ചാരികളും ഫോട്ടോഷൂട്ടിനായി നിരവധി പേരും ഇവിടെ എത്തുന്നുണ്ട്. ദേശാടന പക്ഷികൾ കായലിനരികിൽ എത്തുന്നത് കാണാനും ഫോട്ടോ എടുക്കാനുമായി എത്തുന്നവരുമുണ്ട്. സിനി ടൂറിസം എന്നാണ് നമ്മുടെ പ്രോജക്റ്റിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളായ മോഹൻലാലിൻ്റെ സ്റ്റാച്യു, അതുപോലെ പാർവതിയുടെ സ്റ്റാച്യു, അതുപോലെ ഈ സിനിമയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നാസർ കഫേ എന്ന് പറയുന്ന ആ കഫേയെ അടിസ്ഥാനപ്പെടുത്തിയ അതേ കണക്ക് തന്നെ പുനരാവിഷ്കരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ജില്ലയിൽ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന മറ്റൊരിടമാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനായി ടൂറിസം വകുപ്പ് ഒരുക്കിയ കണ്ണാടി പാലമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. ടൂറിസം വകുപ്പിന് കീഴിലെ സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ണാടി പാലമാണിത്. പ്രാദേശിക ടൂറിസം രംഗത്ത് ഒരുപാട് സാധ്യതയുള്ള ഇടമാണ് തിരുവനന്തപുരം. ജില്ലയുടെ ഭൂപ്രകൃതി തന്നെയാണ് അതിന്റെ പ്രധാന കാരണവും. കഴിഞ്ഞ വർഷങ്ങളിലായി സമാനതകളില്ലാത്ത പുരോഗതിയാണ് ജില്ലയിലെ ടൂറിസം മേഖല കൈവരിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ എസ് സനോഷിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1, തിരുവനന്തപുരം.